ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അറ്റ് 80% ആൻഡ് 100% ആക്ടിവിറ്റി ഓൺ ദി ബേസ് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻസ്. 80%ഉം 100%ഉം കപ്പാസിറ്റിയിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് 50% കപ്പാസിറ്റി ഡീറ്റെയിൽസ് ആണ്. പ്രൊഡക്ഷൻ 5000 യൂണിറ്റ്സ്, റോ മെറ്റീരിയൽ 80 per യൂണിറ്റ്, ഡയറക്റ്റ് ലേബർ 50 per യൂണിറ്റ്, എക്സ്പെൻസസ് 15 per യൂണിറ്റ്. പിന്നെ പറയുന്ന രണ്ട് ഐറ്റം ശ്രദ്ധിച്ചു നോക്കൂ: ഫാക്ടറി എക്സ്പെൻസസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും. ഈ രണ്ടും ബ്രാക്കറ്റിൽ വേരിയബിളിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എത്രയെന്നുള്ളത് തന്നിട്ടുണ്ട്. ഫാക്ടറി എക്സ്പെൻസ് 50,000 എമൗണ്ട്, അതിൽ 50% വേരിയബിൾ ആണെന്ന് പറയണത്. അപ്പോൾ ബാക്കിയുള്ളതായിരിക്കും എന്ത്? ഫിക്സഡ്. അതായത് 50% വേരിയബിളും ആണ്, 50% ഫിക്സഡും ആണ്. അപ്പോൾ 50,000ൽ 25,000 വേരിയബിളും 25,000 ഫിക്സഡും ആണ്. അതാണ് ഇതിന്ന് മീൻ ചെയ്യണത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 60,000, അതിൽ 60% വേരിയബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 40% ആയിരിക്കും ഫിക്സഡ്. അപ്പോൾ 60,000ൽ 60% വേരിയബിളും ബാക്കി വരുന്ന 40% ഫിക്സഡും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 80%ഉം 100%ഉം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ല? ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് 80%ഉം 100%ഉം ആക്ടിവിറ്റീൻ്റെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 50% കപ്പാസിറ്റി ഇൻഫർമേഷൻസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതാദ്യം ജസ്റ്റ് എഴുതാം. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അത് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളം വേണം ഐറ്റംസ് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ 3 കോളം. ഒന്ന് 50% കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ദെൻ കണ്ടെത്താനുള്ളത് 80% കപ്പാസിറ്റിയും 100% കപ്പാസിറ്റി. 50% കപ്പാസിറ്റിയിൽ യൂണിറ്റ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ നോക്കി നോക്കൂ. 5000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ജസ്റ്റ് 5000 യൂണിറ്റ്സ് എന്ന് എഴുതാം. ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ യൂണിറ്റ് തന്നിട്ടുണ്ട് 80 per യൂണിറ്റ്. അപ്പോൾ 80 per യൂണിറ്റ് ആണ്. അപ്പോൾ 5000 യൂണിറ്റ്സ് 80 into 5000 4 lakh. 50% കപ്പാസിറ്റീൻ്റെ അണ്ടറിൽ എഴുതാം. അതുപോലെ തന്നെ ലേബർ 50 per യൂണിറ്റ് ആണ്. 5000 യൂണിറ്റിൽ 50 into 5000. അതേപോലെ എക്സ്പെൻസ് 15 into 5000. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എഴുതി. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് 7,25,000. ഇനി നെക്സ്റ്റ് ഫാക്ടറി എക്സ്പെൻസ്. ക്വസ്റ്റ്യൻ നോക്കൂ. ഫാക്ടറി എക്സ്പെൻസ് 50,000ഉം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 60,000. അത് രണ്ടും അതേപോലെ തന്നെ എഴുതാം. ഫിക്സഡ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റ് എഴുതുന്നു 50,000ഉം 60,000ഉം. ഇത് ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8,35,000 ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മൾ അതേപോലെ എഴുതിയെന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ 80% കപ്പാസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ 100% കപ്പാസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എത്ര യൂണിറ്റാന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ ഐറ്റംസും എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് യൂണിറ്റ് കണ്ടെത്താം. യൂണിറ്റ് കണ്ടെത്തുന്നത് താഴെ നോക്കൂ. 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി 80% ഇതിന്ന് നമ്മൾ എങ്ങനെ 80% കപ്പാസിറ്റീൻ്റെ യൂണിറ്റ് കണ്ടെത്തുന്നുള്ളതാണ്. 5000 ഡിവൈഡഡ് ബൈ 50 into 80. അതായത് 5000 യൂണിറ്റ്സ് അത് 50 കപ്പാസിറ്റീൻ്റെ ആണ്. അതുകൊണ്ട് ഏത് കപ്പാസിറ്റീൻ്റെ യൂണിറ്റ് ആണോ വെച്ചാൽ ആ കപ്പാസിറ്റീനെ ഡിവൈഡ് ചെയ്യുക. ഇനി ഇത് ഏത് കപ്പാസിറ്റിക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, 80 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റു 80. അങ്ങനെയാണ് ഏത് കേസിനും ചെയ്യുക. അപ്പോൾ 8000 യൂണിറ്റ്സ് കിട്ടി. നെക്സ്റ്റ് 100% കപ്പാസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ളത് ഏതാണ്? 50% കപ്പാസിറ്റീൻ്റെ 5000 യൂണിറ്റ്സ്. അപ്പോൾ 5000 യൂണിറ്റ് ഡിവൈഡഡ് ബൈ 50 into 100 10,000 യൂണിറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ തന്ന കപ്പാസിറ്റി വെച്ചിട്ട് എസ്റ്റിമേറ്റ് കപ്പാസിറ്റി യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 80%ൻ്റെ 8,000 യൂണിറ്റ് ആണ്. 100%ൻ്റെ 10,000 യൂണിറ്റ് കിട്ടി. ഇനി നമുക്ക് റോ മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ഓരോ 80% കപ്പാസിറ്റിയിലും എഴുതാം, 100% കപ്പാസിറ്റിയിലും എഴുതാം.
അതിന് മുന്നേയായിട്ട് ഫാക്ടറി എക്സ്പെൻസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും വേരിയബിളും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ടും കൂടി വേർതിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നോക്കൂ, ഫാക്ടറി എക്സ്പെൻസ് 50% വേരിയബിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഫാക്ടറി എക്സ്പെൻസ് 50,000 ബ്രാക്കറ്റിൽ 50% വേരിയബിൾ ആണ്. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും 60% ആണ് വേരിയബിൾ. ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫിക്സഡ് പോർഷനും വേരിയബിൾ പോർഷനും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫാക്ടറി എക്സ്പെൻസിൽ 50% കപ്പാസിറ്റിയിൽ 50,000 റുപ്പീസാണ് തന്നിട്ടുള്ളത്. അതിൽ 50% വേരിയബിൾ ആണ്, 50% ഫിക്സഡ് ആണ്. അപ്പോൾ 25,000 ആണ് വേരിയബിൾ, 25,000 ആണ് ഫിക്സഡ്. ഈ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഫിക്സഡും വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് ആയിക്കോട്ടെ എന്തിലും മാറ്റം ഉണ്ടാവില്ല, ഈ കോസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ല. നേരെ മറിച്ച് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് എത്രയാണോ അതിനനുസരിച്ച് എന്തിലും മാറ്റം ഉണ്ടായിരിക്കും, വേരിയബിൾ കോസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കും. ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാറും, പക്ഷെ ഫിക്സഡ് എന്ത് ചെയ്യില്ല, ഒരിക്കലും മാറില്ല. 25,000 തന്നെയായിരിക്കും. 50% കപ്പാസിറ്റിയിൽ 25,000 ആണ്. അതുപോലെ തന്നെ ആയിരിക്കും 80% കപ്പാസിറ്റിയിലും ദെൻ 100% കപ്പാസിറ്റിയിലും സെയിം ആയിരിക്കും, ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ 80% കപ്പാസിറ്റിയിൽ നോക്കാം. ഫിക്സഡിൽ ചേഞ്ച് ഉണ്ടായിരിക്കുമോ? ഇല്ല, 25,000 തന്നെ. ഇനി വേരിയബിളിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. കാരണം 50% ആയിരുന്നപ്പോൾ ഉള്ള കോസ്റ്റ് ആയിരിക്കില്ല 80% ഔട്ട്പുട്ട് ആകുമ്പോൾ ഉണ്ടായിരിക്കാം. വേരിയബിൾ മാറ്റം ഉണ്ടായിരിക്കും. വേരിയബിൾ കാണാൻ നമ്മൾ ഫസ്റ്റ് വേരിയബിൾ എക്സ്പെൻസ് പെർ യൂണിറ്റ് കാണണം. പെർ യൂണിറ്റ് കാണാനായിട്ട് വേരിയബിൾ എത്രയായിരുന്നു? 50%ൽ 25,000. ദെൻ എത്ര യൂണിറ്റ് ആയിരുന്നു? 50%ലാണ് 5,000. അപ്പോൾ 25,000നെ 5,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 പെർ യൂണിറ്റ് കിട്ടി. അപ്പോൾ യൂണിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, 5 പെർ യൂണിറ്റ് കിട്ടി. അപ്പോൾ 80% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 8,000 യൂണിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 5 ഇൻറ്റു 8,000, 5 എന്ന് പറഞ്ഞാൽ വേരിയബിൾ എക്സ്പെൻസ് പെർ യൂണിറ്റ് ഇൻറ്റു 8,000 യൂണിറ്റ്, 40,000 കിട്ടി. ഇനി ടോട്ടൽ ഫിക്സഡും വേരിയബിളും കൂടിയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ടോട്ടൽ ഫാക്ടറി എക്സ്പെൻസ് എത്രയായിരിക്കും? ഫിക്സഡ് 25,000 പ്ലസ് വേരിയബിൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് 40,000, ടോട്ടൽ 65,000. ഇതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 80% കപ്പാസിറ്റിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് ഏത് കപ്പാസിറ്റിയിലാണ് ചെയ്യാനുള്ളത്? 100% കപ്പാസിറ്റിയിലാണ് ചെയ്യാനുള്ളത്. എങ്ങനെ? 10,000 യൂണിറ്റ് ആണ് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 5 ഇൻറ്റു 100% കപ്പാസിറ്റിയിലാവുമ്പോൾ 10,000 യൂണിറ്റ് സിക്വൽ ടു 50,000. വേരിയബിൾ ആണ്. ഫിക്സഡ് എത്ര തന്നെയായിരുന്നു? 25,000. 25,000 പ്ലസ് 50,000, 75,000. ഇനി ഇതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ കേസിൽ 60% ആണ് വേരിയബിൾ എന്നാണ് പറയണത്. അപ്പോൾ 40% ആയിരിക്കും ഏത്? ഫിക്സഡ്. 60,000 60% വേരിയബിളും ഈ 60,000 40% ഫിക്സഡുമാണ്. അപ്പോൾ 36,000 വേരിയബിളും 24,000 ഫിക്സഡാണ്. ഫിക്സഡിൽ ചേഞ്ച് വരുമോ? ഇല്ല. ഇത് 50% കപ്പാസിറ്റീൻ്റെ എമൗണ്ട് ആണ്. പക്ഷേ ഇതന്നെയായിരിക്കും 80% കപ്പാസിറ്റിയിലും ആൻഡ് 100% കപ്പാസിറ്റിയിലും സെയിം എമൗണ്ട് തന്നെയായിരിക്കും ഫിക്സഡ്. എന്തിലാണ് ചേഞ്ച് വരുന്നത്? വേരിയബിളാണ് ചേഞ്ച് വരുന്നത്. ഇനി വേരിയബിളിന് ചേഞ്ച് വരുന്നത് എത്രയെന്ന് കാണണമെങ്കിൽ നമ്മൾ ആദ്യം വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പെർ യൂണിറ്റ് കാണണം. പെർ യൂണിറ്റ് കാണാൻ 50% കപ്പാസിറ്റിയിലാണ് 36,000 വേരിയബിൾ നോക്കി നോക്കൂ. എത്ര? വേരിയബിൾ 36,000 ആണ്. ആ 36,000 എന്ന് പറയുന്നത് 5,000 യൂണിറ്റിൽ ഉള്ളതാണ് അല്ലേ? അപ്പോൾ 36,000 ഡിവൈഡഡ് ബൈ 5,000 ഇസ് ഇക്വൽ ടു 7.2 പെർ യൂണിറ്റ് കിട്ടും. ഈ 7.2നെ 80% കപ്പാസിറ്റിയിൽ കാണണമെങ്കിൽ 8,000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ദെൻ 100% കപ്പാസിറ്റിയിൽ കാണണമെങ്കിൽ 7.2നെ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെ 100%
കപ്പാസിറ്റീൻ്റെ എമൗണ്ട് കിട്ടി. ഇനി ടോട്ടൽ കാണാം. വേരിയബിൾ പ്ലസ് ഫിക്സഡ് 24,000 പ്ലസ് വേരിയബിൾ 72,000, ടോട്ടൽ 96,000. ഇപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ വർക്കിംഗ് നോട്ട്സ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 80% കപ്പാസിറ്റീൻ്റെയും 100% കപ്പാസിറ്റീൻ്റെയും കോളംസ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് റോ മെറ്റീരിയൽ പെർ യൂണിറ്റ് 80 ഇൻറ്റു 8,000 യൂണിറ്റാണ് കാണുന്നത്. അപ്പോൾ 80 ഇൻറ്റു 8,000. നെക്സ്റ്റ് ലേബർ 50 ഇൻറ്റു 8,000, എക്സ്പെൻസ് 15 ഇൻറ്റു 8,000. ഇത് ടോട്ടൽ ചെയ്യുക. 3 കൂടി ടോട്ടൽ ചെയ്താൽ അതായത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിന് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഇനി ഇതേപോലെ ഇപ്പോൾ ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഈ ഫാക്ടറി എക്സ്പെൻസ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ 80% കപ്പാസിറ്റീൻ്റെ കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. 80% കപ്പാസിറ്റീൻ്റെ ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? ഫിക്സഡും വേരിയബിളും കൂടി ആഡ് ചെയ്തിട്ട് ഏറ്റവും താഴെ നോക്കൂ, 65,000 80%. 65,000 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ദെൻ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഫിക്സഡും വേരിയബിളും കൂടി ആഡ് ചെയ്തത് 81,600. ദെൻ ടോട്ടൽ ചെയ്യുക 13,06,600. ഇതേപോലെ 100% കപ്പാസിറ്റി റോ മെറ്റീരിയൽ 80 പെർ യൂണിറ്റ് 10 ഇൻറ്റു 10,000 യൂണിറ്റ് 8 lakh. ലേബർ 50 ഇൻറ്റു 10,000, എക്സ്പെൻസസ് 15 ഇൻറ്റു 10,000. ടോട്ടൽ ചെയ്യുക. പ്രൈം കോസ്റ്റ് 14,50,000. ദെൻ ഫാക്ടറി എക്സ്പെൻസ് ഫിക്സഡും വേരിയബിളും കൂടി ആഡ് ചെയ്തത് 75,000. ദെൻ ഫാക്ടറി കോസ്റ്റ് 15,25,000. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫിക്സഡും വേരിയബിളും കൂടി ആഡ് ചെയ്തിട്ട് 96,000. ടോട്ടൽ കോസ്റ്റ് 16,21,000.